നമുക്കാവശ്യമുണ്ട് ലോഹയും ശിരോവസ്ത്രവുമില്ലാത്ത വിശുദ്ധരെ. സിനിമ കാണുന്ന, പാട്ട് കേൾക്കുന്ന, ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, ചാരിത്രവിശുദ്ധിയോടെ സ്നേഹിക്കുന്ന, 21-ാം നൂറ്റാണ്ടിൽ ചേർന്ന ആത്മീയതയുള്ള, ലോകത്തിൻ്റെ നന്മകളെ ആസ്വദിക്കാൻ അറിയാവുന്ന വിശുദ്ധരെ നമുക്കാവശ്യമുണ്ട്. ഫ്രാൻസിസ് പാപ്പായുടെ ഈ വാക്കുകൾ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂത്തിസിലൂടെ അനർത്ഥമാക്കുന്നു. തൻ്റെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉപയോഗപ്പെടുത്തി വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് കാർലോയ്ക്ക് സാധിച്ചു. മാധ്യമ സുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥനായിട്ടാണ് കാർലോ അറിയപ്പെടുന്നത്. ദിവ്യകാരുണ്യനാഥനോടുള്ള ഭക്തിയിൽ ജീവിച്ച് അനേകരെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് അടുപ്പിച്ച വാഴ്ത്തപ്പെട്ട കാർലോ എപ്പോഴും നമുക്കൊരു മാതൃകയാണ്. കാർലോയ്ക്ക് കുഞ്ഞുനാൾ മുതൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഏറെ താല്പര്യമുണ്ടായിരുന്നു. ദിവ്യകാരുണ്യനാഥനോടുള്ള ആഴമേറിയ ഭക്തിയും പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ സ്നേഹവും കാർലോയുടെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം കാർലോ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. 15-ാം വയസ്സിൽ രക്താർബുദം അവനെ കീഴ്പ്പെടുത്തി. രോഗാവസ്ഥയിലും കാർലോ പ്രകടിപ്പിച്ച വിശ്വാസ തീഷ്ണത എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ദൈവമേ, എൻ്റെ സഹനങ്ങൾ തിരുസഭയ്ക്കും മാർപ്പാപ്പയ്ക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് കാർലോ പ്രാർത്ഥിച്ചിരുന്നത്. 2006 ഒക്ടോബർ 12-ാം തീയതി തൻ്റെ 15-ാമത്തെ വയസ്സിൽ കാർലോ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അസീസി ആയിരുന്നു. അവൻ്റെ ആഗ്രഹപ്രകാരം അസീസിയിലെ സാന്താ മരിയ മജോറ ദേവാലയത്തിലാണ് അവനെ സംസ്കരിച്ചത്. നാമകരണ നടപടികൾ 2013 ആരംഭിച്ചു. 7 വർഷത്തിനുള്ളിൽ കാർലോ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 2018 ജൂലൈ 5 ഫ്രാൻസിസ് മാർപ്പാപ്പ കാർലോയെ ധന്യ പദവിയിലേക്ക് ഉയർത്തി. 2019 ഏപ്രിൽ 6 കാർലോയുടെ ഭൗതിക ശരീരം അസീസിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. കാർലോയുടെ ശരീരം അഴുകാത്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് നാമകരണ നടപടിയുടെ വൈസ് പോസ്റ്റ്ലേറ്റർ ഫാദർ മാർസലോ ടെനോറിയോ സാക്ഷ്യപ്പെടുത്തുന്നത്. വാഴ്ത്തപ്പെട്ടവരുടെ നിലയിലേക്ക് ഉയർത്താൻ ആവശ്യമായ അത്ഭുതം നടന്നത് 2020 ഫെബ്രുവരി 21 ഫ്രാൻസിസ് മാപ്പ അംഗീകരിച്ചു. ഒരു ബ്രസീലിയൻ കുട്ടിയുടെ ഗുരുതരമായ പാൻക്രിയാസ് രോഗമാണ് കാർലോയുടെ മധ്യസ്ഥതയിൽ അത്ഭുതകരമായി സുഖപ്പെട്ടത്. 2020 ഒക്ടോബർ 10 മാർപ്പാപ്പയുടെ പ്രതിനിധിയായ കർദിനാൾ അഗസ്റ്റീനോ വല്ലീനി കാർലോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ കുർബാനയെ സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഹൈവേ എന്നാണ് കാർലോ വിശേഷിപ്പിക്കുന്നത്. ദിവ്യബലിയിൽ എല്ലാ ദിവസം പങ്കെടുക്കുവാനും അതിനു മുമ്പോ ശേഷമോ അരമണിക്കൂർ ആരാധന നടത്താനും അവൻ ശ്രദ്ധിച്ചിരുന്നു. ദിവ്യകാരുണ്യനാഥനോടുള്ള കാർലോയുടെ ബന്ധം കാർലോയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് വ്യക്തമാകുന്നത്. പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ മാറിൽ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ അത്താഴവേളയിൽ കിടന്ന ഒരു അനുഭവമാണ് എനിക്ക് ലഭിക്കാറുള്ളത്. ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള കാർലോയുടെ തീഷ്ണത ഇപ്രകാരം വ്യക്തമാകുന്നു. ദിവ്യകാരുണ്യം എത്ര കൂടുതൽ സ്വീകരിക്കുന്നുവോ അത്രമാത്രം നാം ഈശോയെ പോലെയാകുന്നു. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കാർലോ പ്രാവീണ്യം നേടിയിരുന്നു. 9 വയസ്സാകുമ്പോഴേക്കും കാർലോ വലിയൊരു കമ്പ്യൂട്ടർ പരിജ്ഞാനം അവൻ ആർജിച്ചെടുത്തു. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രതിഭാശാലിയായിരുന്നു കാർലോ. 9 വയസ്സാകുമ്പോഴേക്ക് വലിയ കമ്പ്യൂട്ടർ പരിജ്ഞാനം അവൻ ആർജിച്ചെടുത്തിരുന്നു. തൻ്റെ കഴിവുകൾ ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് കാർലോയ്ക്ക് സാധിച്ചു. ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഉൾപ്പെടുത്തി ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുക എന്നായിരുന്നു അതിനവൻ കണ്ടെത്തിയ മാർഗം. കാർലോ തൻ്റെ 11-ാമത്തെ വയസ്സിൽ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. 2.5 വർഷത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന 150 അത്ഭുതങ്ങൾ കോർത്തിണക്കി ഒരു വെബ്സൈറ്റ് തയ്യാറാക്കി. വിശുദ്ധ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് കാർലോ പറയുന്നത്. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഹൃദയപൂർവ്വം ആഗ്രഹിക്കുക, എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുക, ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കുക, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം കാർലോയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു:
നവീനമായ ആശയവിനിമയ സംവിധാനങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിക്കാനും മൂല്യങ്ങളെ പകർത്താനും കാർലോയ്ക്ക് സാധിച്ചു. താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ഇതായിരുന്നു കാർലോയുടെ ആഗ്രഹം. നമുക്കവനെ വിളിക്കാം ഒരു ന്യൂജൻ വിശുദ്ധനെന്ന്.